ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ കാരുണ്യത്താലാണ് നാം ജീവിച്ചിരിക്കുക. നാം എത്രയേറെ പാപത്തിൽ വീണുപോയാലും അവിടുന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടാലും ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തം വിടുന്നില്ല. മാതാപിതാക്കളോടുകൂടെ കൊച്ചുകുട്ടികൾ സഞ്ചരിക്കുമ്പോൾ കുട്ടികൾ പിതാവിൻ്റെയോ മാതാവിൻ്റെ കയ്യിൽ പിടിക്കും. അതുപോലെ തന്നെ പിതാവും അല്ലെങ്കിൽ മാതാവ് കുഞ്ഞിൻ്റെ കയ്യിൽ പിടിക്കും. കുഞ്ഞിനെ ഇഷ്ടപ്പെടുത്ത സ്ഥലത്തേക്ക് കുഞ്ഞ് ഓടുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾ നിന്ന് കൈപിടിക്കുകയും ഓടാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ മാതാപിതാക്കൾ ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് പിടുത്തം വിടില്ല. കാരണം അപകടമുണ്ടാകാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി ദൈവമേ ഏൽപ്പിച്ച കുഞ്ഞാണ്, അവനെ നന്നായി വളർത്തി ദൈവസ്ഥാനത്തിൽ എത്തിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെയെങ്കിൽ നാം കാണുക ആത്മീയമായ ജീവിതത്തിലേക്ക് തിരിയുമ്പോഴും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളോടെ ഓടുമ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്തത് പ്രവൃത്തിയിലേക്ക് നീങ്ങുമ്പോൾ നാം ദൈവത്തിന് കൈവിടും. എന്നാൽ ദൈവം നമ്മളെ കൈവിടാറില്ല. അവിടെ നമ്മളെ നല്ല വഴിയിലേക്ക് നയിക്കും. വിറച്ചു പോകുമ്പോൾ ആ പാവത്തിലേക്ക് വീഴുന്നുണ്ടെങ്കിലും അവൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു പിതാവ് നമുക്കുണ്ട്. അവിടുന്ന് ഇങ്ങനെ പറയുകയാണ്, നമ്മൾ എത്ര ശ്രമിച്ചാലും നാവിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നുണ്ട്. അവിടുന്ന് സങ്കീർത്തനം 120:2 ഇങ്ങനെ പറയുന്നു, എൻ്റെ അധരത്തെയും നാവിനെയും ശുദ്ധീകരിക്കണമേ. വ്യാജം പറയുന്ന എൻ്റെ അധരത്തെയും വഞ്ചന നിറഞ്ഞ എൻ്റെ നാവിനെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനയും ഇന്ന പ്രകാരമായിരിക്കട്ടെ. എൻ്റെ അധരത്തെയും നാവിനെയും നിയന്ത്രിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും നമ്മൾ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ തന്നെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഓരോ ദിവസവും ഇതുപോലെ നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് ആവശ്യകതയാണ്. നമ്മൾ 25 നോമ്പ് കഴിഞ്ഞു. നമ്മളിപ്പോൾ വലിയ ആനന്ദത്തിലാണ്. നാളെ അടുത്ത നോമ്പിലേക്കുള്ള പ്രവേശനം നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ ദിവസവും വിശുദ്ധീകരിച്ച് മാനസാന്തരപ്പെട്ട് ദൈവമകനായി ജീവിക്കാൻ, ദൈവമകളായി ജീവിക്കുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുക. അതിനാൽ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, കർത്താവേ, എൻ്റെ അധരത്തെയും എൻ്റെ നാവിനെയും നിയന്ത്രിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.